ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വിൻറ്റേജ് തീമിലുള്ള ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു എം ടി ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ആ എം ടി ബോട്ടിൽ നമുക്കൊന്ന് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊരു ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ജൂട്ട് ഷീറ്റാണ്, ഒരു ബ്രൗൺ കളർ ജൂട്ട് ഷീറ്റാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു ബേസ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതൊരു സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു മൂടി വെച്ചിട്ടാണ് അത് സർക്കിൾ വരച്ചിട്ടുള്ളത്. നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രൗൺ ജൂട്ട് ഷീറ്റിന് വെച്ചിട്ട് നമുക്കതൊന്ന് അത് കാർഡ്ബോർഡിന് മേലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതും ഗ്ലൂ വെച്ച് തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെൻ ഹോൾഡർ കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലൂ ഷീറ്റ് അല്ലെങ്കിൽ നെറ്റോ എല്ലാം എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ബേസ് നമുക്ക് ഈ പെൻ ഹോൾഡർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുത്ത് ഇനി നമുക്ക് കുറച്ചുകൂടി ക്യൂട്ടാക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ത്രെഡ് വെച്ചിട്ടൊരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബോ നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കാം. പിന്നെ നമുക്കൊരു പേളും കൂടി അവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്യൂട്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ? ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ.